ഹലോ ഗൈസ്, ഡോക് ട്രാവലർ യൂട്യൂബ് ചാനലിന്റെ മലേഷ്യ സീരീസിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം ഞാനും വീട്ടുകാരും കൂടിയിട്ട് മലേഷ്യക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ കൺട്രീസിലെ ഒന്നാണ് മലേഷ്യ. മലേഷ്യക്കുള്ള ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ചാർജും കുറവാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അക്കോമഡേഷനും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പൊ നിങ്ങളൊരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പൈസ എവിടെയൊക്കെ സേവ് ചെയ്യാന്നുള്ളതിന്റെ ടിപ്സും ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ട്രാവൽ ഏജൻസികളുടെ സഹായമൊന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ പോയിട്ട് വന്നത്. കുറച്ച് സമയവും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് സ്വയം പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ഫോറിൻ ട്രിപ്പ്. അങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഇത്തിരി പോലും സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രാവൽ ഏജൻസി വഴി പോണതായിരിക്കും നല്ലത്. അപ്പൊ അവിടെ എത്തിയപ്പോഴും ഈ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ലായിരുന്നു. ഒരുപാട് ഡിഫറെന്റ് അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പക്ഷെ എന്നാലും ഞാൻ സ്വയം പ്ലാൻ ചെയ്തതുകൊണ്ട് എനിക്ക് മലേഷ്യയിലെ ക്വാലലംപൂറും മാത്രമല്ലാണ്ട് ഈ ലങ്കാവി, പെനാങ് ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റി. ഞങ്ങളുടെ മലേഷ്യക്കുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് കൊച്ചി ആയിരുന്നു. പക്ഷെ എന്നാലും കൊച്ചിയിൽ നിന്നല്ല ബുക്ക് ചെയ്തത്. കാരണം ഞങ്ങൾ കൊച്ചി ടു മലേഷ്യ നോക്കിയപ്പോ ഫ്ലൈറ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. മാത്രമല്ല കൊച്ചി ടു മലേഷ്യ സെർച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ട്രിവാൻഡ്രം ടു മലേഷ്യ എന്നുള്ള ഫ്ലൈറ്റ് ഒരെണ്ണം ഏറ്റവും ടോപ്പിൽ കാണിക്കണ്ടായിരുന്നു റേറ്റ് കുറവെന്ന് പറഞ്ഞിട്ട്. ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ ചാർജ് പ്ലസ് ട്രിവാൻഡ്രത്തിൽ നിന്ന് മലേഷ്യക്കുള്ള ഫ്ലൈറ്റ് ചാർജ് രണ്ടും കൂടി ആഡ് ചെയ്താലും കൊച്ചി ടു മലേഷ്യ പോണ ഫ്ലൈറ്റ് ചാർജിന്റെക്കാൾ കുറവ് റേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ട്രിവാൻഡ്രം വരെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോയാലോ എന്ന്. ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ജനശതാബ്ദിയിലാണ് പോയത്. അപ്പൊ ഉച്ചയ്ക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. രാത്രി ഒരു 9 മണി 9:30 ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തും. പിന്നെ അവിടുന്ന് എയർപോർട്ടിലേക്ക് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഒരു 10 മിനിറ്റ് 15 മിനിറ്റിന്റെ യാത്രയേ ഉള്ളൂ. ജനശതാബ്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിംഗ് ആണ്, സ്ലീപ്പർ അല്ല. പ്രതീക്ഷ പോലെ തന്നെ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എന്നിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ച് ഞങ്ങൾ എയർപോർട്ടിലെത്തി. 200 രൂപ പ്ലസ് എയർപോർട്ടിലേക്കുള്ള എൻട്രി 20 രൂപ. അപ്പൊ മൊത്തം 220 രൂപയുള്ളൂ ഞങ്ങൾക്ക് ഓട്ടോ റിക്ഷയിൽ. ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ നമ്മൾ ഡിപ്പാർച്ചർ ടൈമിന്റെ ഒരു 3-4 മണിക്കൂർ മുമ്പേ നമ്മൾ എയർപോർട്ടിൽ എത്തണം. ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈം രാത്രി 1:20 അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിനായിരുന്നു. കയറിയ ഉടനെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ബാഗേജ് ചെക്കിങ്ങിന് കൊടുത്തു. ബാഗേജ് ചെക്കിങ് കഴിഞ്ഞ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആണ്. ഇമിഗ്രേഷനിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് പാസ്പോർട്ട്, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ്, പിന്നെ പർപ്പസ് ഓഫ് വിസിറ്റ്. മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് നമ്മൾ ഡിപ്പാർച്ചർ ഡേറ്റിന്റെ 3 ദിവസം മുമ്പേ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കണം. ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി ചെക്ക് ആണ്. ഞങ്ങളുടെ എല്ലാ പ്രൊസീജിയേഴ്സ് ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയി. 1:20 എടുക്കേണ്ട ഞങ്ങളുടെ ഫ്ലൈറ്റിന് ഏകദേശം ഒരു മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. ഒരു ഫ്ലൈറ്റ് എപ്പോഴും ട്രാവൽ ചെയ്യുന്ന നമ്മൾ ഏകദേശം 1 മണിക്കൂറിന്റെ ഡിലേ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പെനാങ് ആണ്. അപ്പൊ ഞങ്ങൾ ക്വാലലംപൂർക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ക്വാലലംപൂരിൽ നിന്ന് പെനാങ്ങിലേക്ക് ഒരു സെപ്പറേറ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പെനാങ്ങിലേക്കുള്ള ഫ്ലൈറ്റ് മിസ്സാവാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പേടിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ക്വാലലംപൂരിലേക്ക് ഏകദേശം 4 മണിക്കൂറിന്റെ യാത്രയുണ്ട്. ഫ്ലൈറ്റ് ഇവിടുന്ന് രാത്രി 1:20 എടുത്തു കഴിഞ്ഞാൽ അവിടെ 8:10 ആകുമ്പോൾ എത്തും. അപ്പൊ ഇത് ഏകദേശം ഒരു 7 മണിക്കൂറിന്റെ ഗ്യാപ്പ് വരുന്ന പോലെ തോന്നുമെങ്കിലും 1:20 എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും 8:10 എന്ന് പറയുന്നത് മലേഷ്യൻ ടൈമുമാണ്. ഇന്ത്യൻ ടൈമും മലേഷ്യൻ ടൈമും തമ്മിൽ ഒരു 2.5 മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് 7 മണിക്കൂർ ട്രാവൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ക്വാലലംപൂർക്ക് ഞങ്ങൾ മലേഷ്യൻ എയർലൈൻസിലെ പോയത്. അതിലെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അവർ ഞങ്ങൾക്ക് ബ്ലാങ്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തു, ഫ്രീ മീൽസ്, ഫ്രീ ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫ്രീ സീറ്റും ഫ്രീ മീൽ സെലക്ഷനും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും എന്റെ അനിയത്തിക്കും വേണ്ടിയിട്ട് ഞാൻ വിൻഡോ സീറ്റ് ചൂസ് ചെയ്തു. ഞങ്ങൾ എക്കണോമിക് ക്ലാസ്സിൽ ട്രാവൽ ചെയ്തെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് അത്യാവശ്യം പ്രീമിയമായിട്ട് ഫീൽ ചെയ്തു. ഏകദേശം രാവിലെ ഒരു 9:30 ആകുമ്പോൾ ഞങ്ങൾ കൊല്ലംപൂർ എയർപോർട്ട് ടെർമിനൽ 1-ലെത്തി. ഞങ്ങൾക്കാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് 11:30 ടെർമിനൽ 2-ന്നുമാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് പ്ലെയിൻ ഇറങ്ങി ഇമിഗ്രേഷന്റെ ഭാഗത്തേക്ക് ഓടി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇമിഗ്രേഷനും ബാഗേജ് ക്ലെയിമും ഒക്കെ ടെർമിനൽ 1 തന്നെ സെപ്പറേറ്റ് ബിൽഡിങ്ങിലാണ്. അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ ഞങ്ങള് എയർപോർട്ടിന്റെ ഫ്രീ ആയിട്ടുള്ള ബസ് ഉണ്ട്. അതിൽ വേണം ഏകദേശം 1-2 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ഇമിഗ്രേഷന്റെ ആ ബിൽഡിങ്ങിൽ എത്താൻ. ആ ബസ്സിന് വെയിറ്റ് ചെയ്യാനാണെങ്കിൽ വലിയ ക്യൂ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. ഒരു 1/4 മണിക്കൂർ ബസ്സിന് വേണ്ടി കാത്തിരുന്ന് 10-20 മിനിറ്റ് ബസ്സിൽ ട്രാവൽ ചെയ്ത് ഇമിഗ്രേഷന്റെ ബിൽഡിങ്ങിൽ എത്തിയപ്പോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ടതിനേക്കാൾ വലിയ ക്യൂ. ഞങ്ങളുടെ ഫ്ലൈറ്റിന് ഇനിയും ഏകദേശം 1 മണിക്കൂർ ബാക്കിയുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ മുമ്പേ ചെക്കിനെല്ലാം ക്ലോസ് ചെയ്യും. അപ്പൊ ഞങ്ങൾ അതിന് മുമ്പേ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസേഴ്സിന്റെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, സാർ ഞങ്ങൾക്ക് കുറച്ച് നേരത്തിൽ പെനാങ്ങിലേക്ക് അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്, അപ്പോ ഈ ഇമിഗ്രേഷൻ പ്രോസസ് കുറച്ചുകൂടി സ്പീഡാക്കാൻ പറ്റും എന്നുള്ള പോലെ ഞങ്ങൾ ചോദിച്ചു. അപ്പൊ അവര് ആദ്യം സമ്മതിച്ചില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞത് ഇതാക്കിയപ്പോഴേക്കും അവർ ഏകദേശം സമ്മതിച്ചു. 10-15 മിനിറ്റിൽ 4 പേര് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് 10 മിനിറ്റ് ബാഗേജും ക്ലെയിം ചെയ്തിട്ട് ഞങ്ങൾ ക്ലിയർ എക്സ്പ്രസ് മെട്രോയില് ടെർമിനൽ 2-ലെത്തി. അവിടുത്തെ ഓഫീസേഴ്സിനോടും ചില ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ക്യാബാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. പക്ഷെ അല്ല, ക്ലിയർ എക്സ്പ്രസ് മെട്രോ തന്നെയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഒരാൾക്ക് 2 റിംഗിറ്റ്, അതായത് നാട്ടിലെ 40 രൂപ വരുന്നുള്ളൂ ഒരാൾക്ക്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യേണ്ടിയില്ലായതുകൊണ്ട് ആദ്യം കുറച്ച് കുഴപ്പം പറഞ്ഞെങ്കിലും ഞങ്ങൾ റീസെറ്റ് ജെന്യൂൻ ആയതുകൊണ്ട് പുള്ളി അവസാനം സമ്മതിച്ചു.
എന്നിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടേക്ക് പോയി ഞങ്ങളുടെ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മറ്റേ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എഴുതിയേക്കണ ആ ബോർഡിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് മലേഷ്യയിലെ ഡൊമസ്റ്റിക് ട്രാവൽ മൊത്തം എയർ ഏഷ്യയാണ് നടത്തുന്നത്. ആ ടെർമിനൽ ടു എയർ ഏഷ്യ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എയർ ഏഷ്യ അല്ലാത്ത ചുരുക്കം ചില ഫ്ലൈറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇൻഡിഗോയുടെ അതേ സെറ്റപ്പ് തന്നെയാണ്. ഏകദേശം 12 മണിയായപ്പോൾ പെനാങ്ങിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. 1.25 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പെനാങ് എയർപോർട്ടിലെത്തി. പെനാങ്ങില് എയർപോർട്ടിൽ നിന്ന് നിങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്കും ഹോട്ടലിൽ നിന്ന് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്കും പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാബാണ്. അപ്പൊ ക്യാബിൽ എന്തുകൊണ്ട് ഇത്ര റേറ്റ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫ്യൂവലിനൊക്കെ വളരെ കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ. അവിടെ ക്യാബ് ബുക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാബ് ആപ്പ് ആണ്. ഗ്രാബ് ആപ്പിൽ എങ്ങനെ ടാക്സി ബുക്ക് ചെയ്യാന്നുള്ളതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ കൊടുക്കാം. പെനാങ്ങിലെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള ടാക്സി യാത്രയിലാണ് ഞാൻ ആദ്യമായിട്ട് മലേഷ്യൻ റോഡിൽ ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അവിടുത്തെ ആൾക്കാരുടെ വണ്ടി ഓടിക്കുന്ന രീതി. ഇത് രസമായിട്ടാണ് ഒരു വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ ട്രാഫിക് സിഗ്നൽ പോലും അവർ സ്ട്രെയിറ്റ് പാരലൽ ലൈൻസിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതും പോരാണ്ട് 2 വണ്ടികൾ തമ്മിൽ മിനിമം 1 മീറ്ററിന്റെ ഡിസ്റ്റൻസ് എങ്കിലും അവർ പാലിച്ചിട്ടുണ്ടാവും. ഞാനപ്പോ ആലോചിച്ചു നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇതേപോലെയൊക്കെ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ എന്ത് രസമാവുമായിരുന്നു. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അവിടുത്തെ റോഡുകളിൽ മിക്ക വണ്ടികളും കാറുകളായിരുന്നു. ചുരുക്കം ചില 2 വീലേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതും 2 വീലേഴ്സ് ഒക്കെ മെയിൻലി ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെത്തി ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർക്ക് പേയ്മെന്റ് കൊടുത്തു. ക്യാഷിലാണ് ഞങ്ങൾ പേയ്മെന്റ് ചെയ്തത്. കാർഡിൽ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏകദേശം 1 റിംഗറ്റ് ഒക്കെ എക്സ്ട്രാ പേയ്മെന്റ് വരും. നാട്ടിൽ 20 രൂപയ്ക്ക് വരുള്ളൂ എന്നുണ്ടെങ്കിലും ക്യാഷിൽ പേയ്മെന്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതുകൊണ്ട് കുറച്ച് ക്യാഷ് കയ്യിൽ കരുതി വയ്ക്കുക. ഞങ്ങളുടെ മലേഷ്യയിലെ ആദ്യത്തെ ക്യാഷ് പേയ്മെന്റ് ആ ക്യാബ് ഡ്രൈവർക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ജോർജ് ടൗണിൽ ബൈ സ്കൈ ഹൈ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇത് പെനാങ്ങിലെ ജോർജ് ടൗണിലാണ് ഉള്ളത്. അതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അതിനാണെങ്കിൽ സെൽഫ് ചെക്കിംഗ് ആണുള്ളത്. അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്തിന്റെ കുറച്ച് നേരം മുമ്പേ നമുക്ക് വാട്സാപ്പിൽ അവർ മെസ്സേജ് അയക്കും എങ്ങനെയാണ് ചെക്ക് ഇൻ ചെയ്യണത്, അതിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് നമുക്ക് അവർക്ക് ഒരു വാട്സാപ്പിൽ തരും. നമുക്ക് കാണാനുള്ള മിക്ക അട്രാക്ഷൻസും ജോർജ് ടൗണിലാണ് ഉള്ളത്. 1-2 അട്രാക്ഷൻസ് മാത്രമേ ജോർജ് ടൗണിൽ അല്ലാത്തുള്ളൂ. അതായത് പെനാങ് ഹില്ല്, ബാട്ടു ഫെറിംഗി ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ഞങ്ങളുടെ പെനാങ്ങിലത്തെ സ്റ്റേ ബുക്ക് ചെയ്ത് booking.com-ലാണ്. അതിൽ ഞങ്ങൾക്ക് 2000 to 3000 ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ വന്നുള്ളൂ. അതും 4 പേർക്ക് സിംഗിൾ റൂം വിത്ത് ഡബിൾ ബെഡ്. മിക്ക ഹോട്ടലുകളിലും ചെക്കിംഗ് ടൈം ഏകദേശം 2 മണി 3 മണി ഉണ്ടാവും. ആൻഡ് ചെക്ക് ഔട്ട് ടൈം ഒരു 11 മണി 12 മണി അങ്ങനെ ഉണ്ടാവും. നമ്മള് ആ സമയത്തിനുള്ളിൽ എത്താൻ നോക്കുക, ആ സമയത്തിനുള്ളിൽ ചെക്ക് ഔട്ട് ചെയ്യാൻ നോക്കുക. കാരണം എക്സ്ട്രാ അവേഴ്സ് നിൽക്കുമ്പോൾ നമുക്ക് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മിക്ക സ്റ്റേകളിലും മിക്ക അട്രാക്ഷൻസിന്റെ അവിടെയൊക്കെ നോ സ്മോക്കിംഗ് സോൺസ് ആണ്. എത്തിയ ഉടനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് പെനാങ്ങിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ പ്ലാൻ. ഞങ്ങൾ ആക്ച്വലി പെനാങ്ങില് തൊട്ടടുത്ത ദിവസത്തേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ലങ്കാവിയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ എങ്ങാനും പെനാങ്ങിൽ നിന്ന് ഇറങ്ങാൻ വൈകിട്ട് ഫ്ലൈറ്റ് മിസ്സായാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെനാങ്ങില് എത്തിയ ദിവസം തന്നെത്തേക്ക് ആക്കി. ഞങ്ങളന്ന് ഹോട്ടലിൽ എത്തിയപ്പോ തന്നെ 3-4 മണിയൊക്കെ കാണും. അന്നത്തെ ദിവസം ഞങ്ങൾ പെനാങ് ഹില്ലിന്റെ അടുത്തുള്ള കേക്ക് ലോക്സി ടെമ്പിളും പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രഷ് അപ്പ് ആയി ഇറങ്ങാൻ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ട് തന്നെ കേക്ക് ലോക്സി ടെമ്പിൾ അന്നത്തെ ദിവസം പോകാൻ പറ്റിയില്ല. എന്റെ അച്ഛനമ്മയും പെനാങ്ങിലും കോലലംപള്ളിക്കൊക്കെ മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പൊ അവര് വന്ന സമയത്ത് പെനാങ് ഹില്ലിലും കേക്ക് ലോക്സി ടെമ്പിളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു കേക്ക് ലോക്സി ടെമ്പിൾ എന്തായാലും കാണേണ്ട ഒരു സാധനമാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും കാണാൻ പറ്റാതെ ഞങ്ങൾക്ക് ഒരു നഷ്ടമായിപ്പോയി. അപ്പൊ നിങ്ങൾ എന്തായാലും പെനാങ്ങിലേക്ക് പോകുമ്പോൾ ടൈമിംഗ് ഒക്കെ കറക്റ്റ് നോക്കിയിട്ട് ആദ്യം കേക്ക് ലോക്സി ടെമ്പിളിൽ പോയിട്ട് എന്നിട്ട് പെനാങ്ങിലേക്ക് പോകാൻ നോക്കുക. പെനാങ്ങിലെ താഴത്തെ സ്റ്റേഷനിൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് ഫുനിക്കുലർ ട്രെയിനിൽ വേണം പോകാൻ. ഫുനിക്കുലർ ട്രെയിനിലെ ടിക്കറ്റ് നമ്മൾ അവിടെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കാം. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഒന്നാമത്തെ കാരണം ടിക്കറ്റ്സ് തീരുമെന്ന് വിചാരിച്ചിട്ട്. രണ്ടാമത്തെ കാരണം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില സൈറ്റുകളിലൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. ഞങ്ങൾ agoda.com എന്ന് പറഞ്ഞ ആപ്പിലാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഡയറക്റ്റ് എൻട്രി ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അവരെന്തോ എഴുതി വെച്ചു. എന്നിട്ട് ഞങ്ങൾ ക്യൂവിൽ പോയി വെയിറ്റ് ചെയ്തു. ഇവിടെ ഏകദേശം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുനിക്കുലർ ട്രെയിൻ കിട്ടി. ഫുനിക്കുലർ ട്രെയിനിൽ മുകളിലേക്ക് ഒരു 6 മിനിറ്റിൽ നല്ല സ്പീഡിൽ എത്താൻ പറ്റി. ഫുനിക്കുലർ ട്രെയിനിലും ചെറിയൊരു ഹാൻഡ് ബാഗ് ക്യാരി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൽ ക്യാരി ചെയ്യാനുള്ള ഐറ്റംസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫുഡ്, വെള്ളം, അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റില്ല. മുകളിലെത്തി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിക്ക് റൈറ്റിക്ക് പോകാനുള്ള വഴികളുണ്ട്. ഇപ്പൊ ലെഫ്റ്റില് ഞങ്ങൾ പോയ സമയത്ത് കൺസ്ട്രക്ഷൻ എന്തോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റൈറ്റ് സൈഡിലേക്കാണ് ആൾക്കാരെല്ലാവരും പൊക്കോളുണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് പെനാങ്ങിന്റെ വ്യൂയും പെനാങ്ങിന്റെ ഫുൾ വ്യൂ കാണാൻ പറ്റിയ റൗണ്ട് പ്ലാറ്റ്ഫോമും കാണാൻ പറ്റും. ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് ആ റൗണ്ട് പ്ലാറ്റ്ഫോമിലേക്കാണ്. പെനാങ്ങിന്റെ മനോഹരമായ പെനോരമിക് വ്യൂ അവിടെ നമുക്ക് കാണാൻ പറ്റും. ആ വ്യൂ കണ്ട് ആസ്വദിച്ച് കുറെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നടന്നു. പെനാങ് ഹിൽ ഒരു യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. പോണ വഴിക്ക് ഞങ്ങൾ ഒരു മലേഷ്യൻ പൂച്ചനെ കണ്ടു, മരത്തിലൊരു കരിങ്കുരങ്ങനെ കണ്ടു. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പെനാങ്
പെനാങ് ബൊട്ടാനിക്കൽ ഗാർഡൻ, പെനാങ് ഹിൽ മോസ്ക്, മുരുകൻ ടെമ്പിൾ, പിന്നെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കവറി സെന്റർ ആണ്. അവിടുത്തെ ബാക്കിയുള്ള അട്രാക്ഷൻസ് എല്ലാം ഫ്രീ ആണ്. പക്ഷെ ഈ ഹാബിറ്റാറ്റിലേക്ക് പോകണമെങ്കിൽ ഒരു എൻട്രി ഫീ ഉണ്ട്. ഏകദേശം ഒരു 1100 രൂപയൊക്കെ വരും. അവിടെ പോയാലും പെനാങ്ങിന്റെയും പെനാങ് ഹില്ലിന്റെ ഒക്കെ ഒരു വ്യൂ തന്നെ കിട്ടുക. അത് മസ്റ്റ് വിസിറ്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഞങ്ങൾ ആദ്യം പോയത് പെനാങ്ങിലത്തെ മുരുകൻ ടെമ്പിളിലേക്കാണ്. അവിടെ ഞങ്ങൾ പോയപ്പോൾ തന്നെ സന്ധ്യ പൂജ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള പെനാങ് ഹിൽ മോസ്കിലേക്ക് പോയി. മോസ്കിന്റെ അകത്തേക്ക് കയറാൻ പാടുമെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല. ഇവിടെ തന്നെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. കുറച്ചും കൂടി ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗാർഡ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയും കുറെ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെയും ഉള്ളിലേക്ക് നോ എൻട്രി ആണ്. അപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സൺസെറ്റ് ആവാറുണ്ടായിരുന്നു. സൺസെറ്റ് ഒക്കെ കണ്ട് രാത്രിത്തെ പെനാങ്ങിന്റെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങള് ഏകദേശം ഒരു 8-8:30 ആകുമ്പോഴേക്കും ഞങ്ങള് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തു. അപ്പൊ തിരിച്ച് ഫ്യൂണിക്കുലർ ട്രെയിനിൽ കയറാനുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ നേരെ പോയി ക്യൂല് വെയിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു അവിടെ ടോക്കൺ എടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി ടോക്കൺ എടുക്കണം. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ നമ്പർ U55 ആണ്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഒരു നമ്പർ കിട്ടുക. അപ്പൊ അവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയില് ഈ നമ്പർ ഡിസ്പ്ലേ ആവുമ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോയിട്ട് ക്യൂല് വെയിറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയ സമയത്ത് ബോർഡിൽ U46 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടായിരുന്നത്. മുകളിലൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പൊ നമ്മുടെ നമ്പർ ആവണ വരെ നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 1/4 മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ നമ്പർ ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് ക്യൂവിലൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ഫ്യൂണിക്കുലർ ട്രെയിൻ താഴത്തേക്ക് കിട്ടി. എന്നിട്ട് അവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഏകദേശം ഒരു 9-9:30 ഞങ്ങൾ ഹോട്ടലിലെത്തി. പെനാങ്ങിന്റെ ഒരു മെയിൻ ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ക്യാബ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ക്യാബ് ബുക്ക് ചെയ്യുന്ന സമയത്ത് റഷ് ഉള്ള സമയമാണെങ്കിൽ ക്യാബില് റേറ്റ് കുറച്ച് കൂടാനും സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് കേക്ക് ലോക്സി ടെമ്പിൾ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ പോയിട്ട് എന്തായാലും കാര്യമില്ല എന്നുകൊണ്ട് ഞങ്ങൾ കേക്ക് ലോക്സി ടെമ്പിൾ പോകാനുള്ള പ്ലാൻ വിട്ടു. പിന്നെ മാത്രമല്ല അതൊരു കുറച്ച് മാറുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ നിന്ന് ഗ്യാപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് രാത്രി നേരത്തെ കേക്ക് ലോക്സി ടെമ്പിൾ പോകാണ്ടിരിക്കുകയാണ് ഭേദം. ജോർജ് ടൗണിൽ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം, നൈറ്റ് മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാം, ലോക്കൽ ഫുഡ് ഷോപ്സിൽ ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ രാത്രി സ്ട്രീറ്റിൽ നടക്കാൻ പറ്റും. അങ്ങനെ സ്ട്രീറ്റിൽ നടക്കുന്ന വഴിക്ക് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ലൈവ് പെർഫോമൻസസ് നടക്കണ്ടാവുമായിരിക്കും. അപ്പൊ അതും കാണാൻ പറ്റും. പെനാങ്ങിൽ തന്നെ ഒരു 3-4 ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സമയം ലിമിറ്റഡ് ആയതുകൊണ്ടും ഞങ്ങൾ ഫ്ലൈറ്റ് റേറ്റ് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഒറ്റ ദിവസത്തേക്ക് ഞങ്ങൾ ചുരുക്കിയതാണ്. ആക്ച്വലി ഞങ്ങൾ 2 ഡേ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെനാങ്ങിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട അട്രാക്ഷൻസിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതാണ്. പെനാങ്ങിൽ ഞങ്ങളുടെ 2ാമത്തെ ദിവസത്തെ വിശേഷങ്ങളും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പൈസ എവിടെയൊക്കെ സേവ് ചെയ്യാന്നുള്ളതിൻ്റെ ടിപ്സും ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ ഗൈസ്.